നമസ്തേ. മുൻപുള്ള പല വീഡിയോകളിലും നമ്മൾ ഒരുപാട് തലമുറകൾ താണ്ടി വന്ന ഒരു വ്യക്തിയാണ് എന്നുള്ള കാര്യം നമ്മൾ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. ആയിരക്കണക്കിനോ അല്ലെങ്കിൽ അതിലധികമോ വർഷങ്ങൾക്കപ്പുറത്തേക്ക് ഓരോ തലമുറ കഴിഞ്ഞു വരുന്ന സമയത്തും നമ്മളിങ്ങനെ നിൽക്കുന്ന സമയത്ത് നമ്മൾ ഈ അവസാനത്തെ ഒരു ജനറേഷൻ അല്ലെങ്കിൽ നമുക്ക് ചിലപ്പോൾ നെക്സ്റ്റ് ജനറേഷൻ ഉണ്ടായിരിക്കാം. എന്തു തന്നെയാണെങ്കിലും നമ്മുടെ പിന്നിൽ എത്രയോ ആയിരക്കണക്കിന് തലമുറകൾ കഴിഞ്ഞു പോയി എന്നുള്ളതാണ്. ചിലപ്പോൾ നമുക്ക് ഈ ഭൂമിയിൽ ഇന്ന് നമ്മുടെ ബന്ധുക്കളോ അല്ലെങ്കിൽ നമ്മുടെ അച്ഛനോ അമ്മയോ കുടുംബത്തിലുണ്ടായിരുന്നവരോ ഒന്നും ചിലപ്പോൾ ഉണ്ടായിരിക്കില്ല. ചിലപ്പോൾ നമ്മൾ ഒറ്റയ്ക്ക് ജീവിക്കുന്ന ഒരു വ്യക്തിയായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളായിരിക്കാം നിങ്ങളുടെ കുടുംബത്തിൻ്റെ ഒരു ഭാരം ചുമന്നുകൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും ഒരു പ്രത്യേക കർമ്മത്തിലൂടെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയായിരിക്കും. എന്തു തന്നെയാണെങ്കിലും നമുക്ക് ജീവിതത്തിൽ എപ്പോൾ വേണമെങ്കിലും തിരിച്ചടികളും പ്രതിസന്ധികളും ഉണ്ടാകും എന്നുള്ളതാണ്. ചിലപ്പോൾ നിങ്ങളുടെ ഒപ്പമുള്ള ആളുകളിൽ നിന്നുണ്ടാകും, അല്ലെങ്കിൽ പുറത്തു നിന്നുള്ള ആളുകളിൽ നിന്നുണ്ടാകും. നിങ്ങൾ എത്ര നീതിപൂർവമായിട്ട് മുന്നോട്ട് പോവുകയാണെങ്കിലും എപ്പോഴും തടസ്സങ്ങൾ സൃഷ്ടിക്കാനായിട്ട് ചില വ്യക്തികൾ അല്ലെങ്കിൽ ചില ആളുകൾ ഉണ്ടാകും എന്നുള്ളതാണ്. അങ്ങനെ ആയിരിക്കുന്ന സമയത്ത് ആരാണ് എന്നെ പിന്തുണയ്ക്കാനുള്ളത്? എനിക്ക് ഞാൻ മാത്രമേ ഉള്ളൂ, എൻ്റെ കുടുംബത്തിലുള്ളവരില്ല, അല്ലെങ്കിൽ എൻ്റെ ബന്ധുക്കളില്ല, അല്ലെങ്കിൽ എന്നെ ശക്തമായിട്ട് സപ്പോർട്ട് ചെയ്യാനായിട്ട് ഒരു ഗോഡ് ഫാദർ ഇല്ല, അല്ലെങ്കിൽ എൻ്റെ പ്രാർത്ഥനകളൊന്നും ഈ പറയുന്ന ദൈവമായിക്കോട്ടെ അല്ലെങ്കിൽ എനിക്ക് അതിനൊന്നും മറുപടി ലഭിക്കുന്നതായിട്ടുള്ള അവസ്ഥകളില്ല. ഇങ്ങനെയുള്ള അവസരങ്ങളിൽ ചിലപ്പോൾ ഒരു കൈ നമ്മുടെ നേരെ നീളും എന്നുള്ളതാണ്. ഞാൻ നേരത്തെ പറഞ്ഞ ആയിരക്കണക്കിന് തലമുറകൾ കഴിഞ്ഞു വന്ന നിങ്ങൾ ചില്ലറയായിട്ടുള്ള ഒരു വ്യക്തിയല്ല, അതിശക്തൻ അല്ലെങ്കിൽ അതിശക്തിയായിട്ടുള്ള ഒരു വ്യക്തിയാണ്. കാരണം അത്രയും പ്രതിസന്ധികളെ തരണം ചെയ്തുകൊണ്ട് ഇവോൾവ് ചെയ്ത് പരിണാമത്തിലൂടെ നമ്മൾ കടന്ന് ഈ ഒരു പോയിന്റിൽ എത്തിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ പവർഫുൾ ആയിട്ടുള്ള ഒരു വ്യക്തി തന്നെയാണ്. ഈ പ്രതിസന്ധികളൊക്കെ തരണം ചെയ്ത് നമ്മൾ ഈ അവസ്ഥയിൽ എത്തിച്ചിരിക്കാൻ പ്രധാനപ്പെട്ട കാരണമെന്ന് പറയുന്നത് നമ്മുടെ മുൻ തലമുറകൾ തന്നെയാണ്. അപ്പോൾ ഭൗതികമായിട്ട് ചിലപ്പോൾ ആത്മാക്കൾ അല്ലെങ്കിൽ വ്യക്തികൾ, ഈ പൂർവ്വപിതാമഹന്മാർ നമ്മുടെ ഇടയിൽ നിന്ന് വേർപെട്ടു പോയിട്ടുണ്ടായിരിക്കും. എന്നിരുന്നാലും നമുക്ക് ആ ഒരു പിന്നിൽ നിന്നുള്ള സപ്പോർട്ട് ലഭിക്കുന്നുണ്ടോ എന്നുള്ളതാണ്, അതിൻ്റെ അടയാളങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ് ഇവിടെ വിവരിക്കുന്നത്. നമ്മൾ പ്രതിസന്ധി ഘട്ടങ്ങളിൽ നിൽക്കുന്ന സമയത്ത് എങ്ങനെ നമ്മുടെ പൂർവിക ആത്മാക്കൾ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നു, ഈ കാര്യങ്ങൾ നമ്മൾ ഈ വീഡിയോയിലൂടെ പരിശോധിക്കാനായിട്ട് പോവുകയാണ്. ഒന്നാമത്തെ അടയാളം എന്ന് പറയുന്നത്, നമ്മൾ തളർന്നു പോകുന്ന നിമിഷങ്ങളിൽ നമുക്ക് ആരും സപ്പോർട്ടില്ല, നമ്മുടെ പ്രാർത്ഥനയൊന്നും എവിടെയും കേൾക്കുന്നില്ല, അല്ലെങ്കിൽ നമ്മളെ സഹായിക്കാൻ ഒരു ഗോഡ് ഫാദർ ഇല്ല. ആ സമയത്ത് എവിടെ നിന്നില്ലാത്ത ഒരു പിന്തുണ ലഭിക്കുകയാണ്. അത് ചിലപ്പം നമ്മളായിരിക്കുന്ന പ്രശ്നത്തിനെ എങ്ങനെ പ്രതിരോധിക്കാം, അല്ലെങ്കിൽ ആ പ്രശ്നത്തിൻ്റെ ഒരു പരിഹാരം നമ്മുടെ ഉള്ളിലേക്ക് വരുന്ന രീതിയിലായിരിക്കാം. ഏത് മുഖേനയാണെങ്കിലും നമുക്ക് അപ്രതീക്ഷിതമായിട്ടുള്ള അജ്ഞാതമായിട്ടുള്ള ഒരു പിന്തുണ, ഒരു സഹായത്തിൻ്റെ കൈ നമ്മുടെ നേരെ നീളുകയാണ്. അത് തീർച്ചയായിട്ടും നമ്മുടെ പൂർവിക ആത്മാക്കൾ അല്ലെങ്കിൽ നമ്മുടെ സ്പിരിറ്റ് വേൾഡിൽ നിന്നുള്ള ഒരു സപ്പോർട്ടായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. രണ്ടാമത്തെ അടയാളം എന്ന് പറയുന്നത്, ചില അപകടങ്ങൾ മുടിനാരഴയ്ക്ക് നമ്മളെ സ്പർശിക്കാതെ കടന്നു പോവുകയാണ്. ഇത്തരത്തിലുള്ള വലിയ അപകടങ്ങളിൽ നിന്നുള്ള രക്ഷപ്പെടലുകൾ അദൃശ്യമായിട്ടുള്ള കാവലിന്റെ ഒരു ലക്ഷണമായിട്ടാണ് പല ആത്മീയവാദികളും നോക്കിക്കാണുന്നത്. ചില രക്ഷപ്പെടലുകൾ ഭാഗ്യം മാത്രമല്ല, അത് അദൃശ്യമായിട്ടുള്ള കാവലിന്റെ ഒരു റിസൾട്ട് കൂടിയാണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നു. ഇത്തരത്തിലുള്ള ഒരു വീക്ഷണത്തിൽ നോക്കുന്ന സമയത്ത് ശരിയായ സമയത്ത് ശരിയായിട്ടുള്ള വ്യക്തികൾ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നു. ദൈവം നേരിട്ട് വരുന്നുണ്ടായിരിക്കില്ല, പക്ഷെ പൂർവികരിലൂടെ നമുക്ക് വേണ്ടതായിട്ടുള്ള പിന്തുണകൾ നൽകുന്നു. അടുത്തതായിട്ടുള്ള അടയാളം എന്ന് പറയുന്നത്, ഞാൻ മുൻപ് കർമ്മ ബ്രേക്കർ എന്ന് പറയുന്ന വീഡിയോയിൽ വിശദീകരിച്ചിട്ടുണ്ടായിരുന്നു. കുടുംബത്തിലെ ദുഃഖകരമായിട്ടുള്ള സൈക്കിളുകൾ, ചക്രങ്ങൾ നിങ്ങളിൽ അവസാനിക്കുന്നു എന്നുള്ളത്. അത് തന്നെയാണ് അടുത്തതായിട്ടുള്ള ഒരു അടയാളം എന്ന് പറയുന്നത്. പഴയ ദുഃഖചക്രങ്ങൾ നിങ്ങളിൽ അവസാനിക്കുമ്പോൾ നിങ്ങൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ട് എന്ന് പറയുന്നത് ഒരു പരാജയമല്ല, അതൊരു ശിക്ഷയുമല്ല, അതൊരു തലമുറയുടെ മോചനമാണ് എന്നുള്ളതാണ്. അടുത്തതായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത്, വളരെ കൺഫ്യൂസ്ഡ് ആയിട്ടുള്ള സമയങ്ങളിൽ ചില തീരുമാനങ്ങൾ എടുക്കുന്ന സമയത്ത് ഉള്ളിൽ നിന്ന് അത് ശരിയാണ്, അതെ എന്ന് പറയുന്നതായിട്ടുള്ള ഒരു പിന്തുണ നമുക്ക് ലഭിക്കുന്നു. അത് നമ്മളുടെ അന്തർജ്ഞാനം മാത്രമല്ല, അതൊരു പക്ഷേ നമ്മുടെ പൂർവിക ബുദ്ധിയുടെ ഒരു പിന്തുണ കൂടിയാകാനുള്ള സാധ്യത വളരെ അധികമാണ്. ഒറ്റയ്ക്കായിരിക്കുന്ന അവസരങ്ങളിൽ പോലും ഒരു സംരക്ഷിതമായിട്ടുള്ള ബോധം നമുക്കുണ്ടാവുകയാണ്. നമ്മൾ മനസ്സിലാക്കുകയാണ് ഈ മൗനം ശൂന്യമല്ല, അത് നമ്മളെ ആഴങ്ങളിലേക്ക് വേരിറക്കാനായിട്ട് സഹായിക്കുന്നു എന്നുള്ളത്. അടുത്തതായിട്ടുള്ള അടയാളം എന്ന് പറയുന്നത്, നമ്മൾ ധർമ്മത്തിലേക്ക് തിരിയുന്നു എന്നുള്ളതാണ്. കാരണം പൂർവികർ ശക്തി നൽകുന്നത് പണത്തിനു വേണ്ടിയല്ല, ധർമ്മത്തിനു വേണ്ടിയാണ്. തീർച്ചയായിട്ടും നമ്മൾ ആത്മീയതയുടെ ആഴങ്ങളിലേക്ക് പോകുന്തോറും നമുക്ക് സ്പിരിറ്റ് വേൾഡ്, അതിലുള്ള സോൾസ്, അതുപോലെ തന്നെ നമ്മുടെ പൂർവിക ആത്മാക്കള്, ഇതിനെക്കുറിച്ചൊക്കെ നമ്മൾ ചിന്തിക്കുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഈ പറഞ്ഞതായിട്ടുള്ള അടയാളങ്ങൾ നമ്മുടെ ജീവിതത്തിൽ എത്രമാത്രം വന്നിട്ടുണ്ട്, ഇതിന് ഈ ഒരു രീതിയിൽ ചിന്തിക്കുമ്പോൾ നമുക്ക് പുതിയ ചില മാനങ്ങളും കൂടി വെളിവായിട്ട് കിട്ടുകയാണ്. ആ വഴിയിൽ നമ്മുടെ ബോധമണ്ഡലം വികസിക്കുകയാണ്.
ഇത് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ശാസ്ത്രീയമാണെന്നോ അല്ലെങ്കിൽ ഇങ്ങനെയാണെന്നോ ഉള്ള വാദമല്ല. ഇത് ചിന്തിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സ്പാർക്കാണ്. ആഴത്തിലേക്ക് ചിന്തിക്കുക എന്നുള്ളതും അതിൽ നിന്ന് ലഭിക്കുന്നതായിട്ടുള്ള ഫലങ്ങൾ ജീവിതത്തിൽ ഉപയോഗപ്രദമാക്കുക എന്നുള്ളതും അത് കർമ്മത്തിലേക്ക് നല്ല രീതിയിൽ പ്രതിഫലിപ്പിക്കുക എന്നുള്ളതും ധർമ്മത്തിൽ അധിഷ്ഠിതമായിട്ട് കർമ്മം ചെയ്യുക എന്നുള്ളതും നിങ്ങൾ ഓരോരുത്തരുടെയും ഡ്യൂട്ടിയാണ്, അല്ലെങ്കിൽ നമ്മൾ ചെയ്യേണ്ടതായിട്ടുള്ള കാര്യമാണ്. തീർച്ചയായിട്ടും നമുക്ക് മറ്റൊരു വിഷയവുമായിട്ട് കാണാം. തൽക്കാലത്തേക്ക് തുടരുവാൻ വേണ്ടി നിർത്തുകയാണ്. നമസ്തേ.